ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ അടുത്ത കിളിക്കൂട്ടിൽ കല്യാണം തലേന്ന് സുനന്ദ സുഭാഷ് ചേട്ടനെ തേടി കിളിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഷോക്കാണ്. ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനോട് വന്നു എന്നൊക്കെയാണ് അവരുടെ ചിന്ത. പക്ഷേ അവൾ രണ്ടും കൽപ്പിച്ചാണ് വന്നത്. അവൾ ഇനി അവിടെ നിന്ന് പോകുന്നില്ല. സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം. അങ്ങനെ അവൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്നൊന്ന് വിശ്വസിക്കും, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ പോവില്ല, ഉറപ്പ്. എനിക്ക് സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഈ കല്യാണം നടത്തി കൊടുക്കാം. അവൾ ഇത്രയും റിസ്ക് എടുത്ത് വന്നില്ല, ഇനിയിപ്പോൾ അവൾ എന്ത് ചെയ്യാനാ, ഇനി നമുക്ക് ഈ കല്യാണം നടത്താം. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഈ നേരത്തൊന്നും ഇത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ അവളുടെ അച്ഛനമ്മയും തിരിച്ചിനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരവളെ കൊണ്ട് പോവില്ലേ, കേസാവില്ലേ, നമുക്കൊരു ബലം വേണ്ടേ, അവർ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സുനന്ദയാണെങ്കിൽ വീണ്ടും പൊട്ടിക്കറിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, ഏട്ടൻ എന്നെ മനസ്സിലാവില്ലേ, കുഞ്ഞുനാൾ മുതൽ എന്നെ കാണുന്നതല്ലേ, ഞാൻ എന്താണെന്ന് ഏട്ടന് നന്നായിട്ട് അറിയില്ലേ, പ്ലീസ് എന്നെ ഒന്ന് വിടാതിരുന്നൂടെ, എനിക്ക് സുഭാഷ് ചേട്ടനത് ജീവിക്കാൻ പറ്റില്ല. എടാ, അവളെ വിശ്വസിക്കരുത്. ആ തന്തി നാളിൽ വന്നു കഴിഞ്ഞാൽ അവൾ വീണ്ടും പോകും. അവർ കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ, അന്ന് അമ്പലത്തിൽ പോയി നാണം കേട്ടതിനെക്കാട്ടിലും കൂടുതൽ നാണക്കേടായിരിക്കും. അവളെ വിശ്വസിക്കരുതെന്ന് ഭാസ്കരൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ വന്നിട്ട് പറയുന്നുണ്ട്, ഭാസ്കർ മാമ എന്തൊക്കെയാണ് പറയുന്നത്, എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കാത്തത്, ഭാസ്കർ മാമയ്ക്ക് ഭാസ്കർ മാമനെ വിശ്വാസമാണുള്ളത്, അതുപോലെ എന്നെ വിശ്വസിച്ചൂടെ, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ ജീവിക്കും സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട്. സുനന്ദേൻ്റെ ആ ഉറച്ച തീരുമാനം എല്ലാവർക്കും ഒരു അത്ഭുതമാവുന്നുണ്ട്, കൂടെ സന്തോഷമുണ്ട്, പേടി എല്ലാം കൂടിയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് അവൾ സുഭാഷ് ചേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷ് ചേട്ടനും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കണ്ടപ്പം എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്, കൂടെ അതിശയും. കാരണം സുഭാഷ് ചേട്ടനും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. അവൾ എന്നിട്ട് വീണ്ടും ഓരോന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഇവരെ കല്യാണം നടത്താന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും എത്തുകയാണ് കേട്ടോ. നിധിക്കാണെങ്കിൽ നല്ല ഭയമുണ്ട് കേട്ടോ. അവൾ പറയുന്നുണ്ട്, സുധീഷിക്ക് നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ കല്യാണം നടത്തും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ അമ്പലം തേടി പോകുന്നൊന്നും നടക്കില്ല, ഇവിടെ നിന്ന് നടക്കണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊരു മംഗളകരമായ കാര്യമല്ലേ, അത് നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ നടത്തുക, അതിന് അമ്പലമൊക്കെ വേണ്ടേ. നിധി, നമ്മളിപ്പോൾ അമ്പലം തേടി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ഇനിയിപ്പോൾ നാളേക്ക് മാറ്റി വെച്ചാലും അവരിപ്പോൾ തന്നെ വരും. അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. കാരണം നമ്മൾ അവളെ തട്ടിക്കൊണ്ട നിരുത്തിക്കായിരിക്കും അവർ സംസാരിക്കുക. അതുകൊണ്ട് ഈ കല്യാണം വേഗം നടത്തണം, അത് നമുക്ക് എവിടെ നോക്കണ്ട, ഇവിടെ തന്നെ നടത്താം. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷം അതിശയം തോന്നുകയാണ് കേട്ടോ. കാരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടൊരു മാണിക്യമൊക്കെ കിട്ടാൻ പോവല്ലേ. നിധി അപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ടെൻഷനായിട്ടാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി, നമ്മുടെ കല്യാണം നടന്നില്ലേ, അതുപോലെ അങ്ങനെ വിചാരിച്ച പോരെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സുധീഷ്, അത് പോലീസ് സ്റ്റേഷൻ ആയിരുന്നു, ഇത് അങ്ങനെയാണോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓക്കെ, നമുക്ക് ഇവിടുന്ന് കല്യാണം നടത്താം, എന്നിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ ഹരീഷും അതിനെ കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുനന്ദേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവർ നാളെ അന്വേഷിച്ച് വരുന്നുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് ഇത്രയും സമയമുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കല്യാണം നടത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാം. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വട്ടാണോ, നിങ്ങൾ എന്താ വിചാരിച്ചത്, അവൾ പറയുന്നൊന്നും കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് കല്യാണ വീടാ, എത്രയോ ആൾക്കാർ വരും, അവളെ അന്വേഷിക്കും, അവളെ കണ്ടില്ലെങ്കിൽ അവർ നേരെ എങ്ങോട്ടാണ് വരിക, അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ മുന്നോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ടും വിശ്വാസം വരാഞ്ഞിട്ട് ഭാസ്കരൻ വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്, സുനന്ദ, നീ പറഞ്ഞൊരു മാറ്റമില്ലല്ലോ, ഞങ്ങൾക്ക് വിശ്വസിക്കാവോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഭാസ്കരൻ മാമ എന്നൊന്ന് വിശ്വസിക്കും, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല, എനിക്കിവിടെ മതി, എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മാത്രം മതി, എൻ്റെ അച്ഛനമ്മ വിളിച്ച് ഞാൻ ഒരിക്കലും പോവില്ല, ഉറപ്പ്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വീണ്ടും ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇനി അധികം വൈകിക്കേണ്ട, വേഗം തന്നെ കല്യാണം നടത്താമെന്നൊക്കെ. അങ്ങനെ ഭാസ്കരൻ സ്വാമി ഫോട്ടോൻ്റെ മുന്നിൽ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് താലീൻ്റെ ചർച്ച വരുന്നത്. അതിനിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കുന്നു പറയുമ്പോഴാണ് സുധീഷൻ അന്ന് ഇവരുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങി വെച്ച താലി എടുത്തു വെച്ചത് ഓർമ്മ വരുന്നത്. അപ്പോൾ അവനത് എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അത് കണ്ടപ്പം. അങ്ങനെ ഇവർ കല്യാണത്തിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. സുഭാഷ് ചേട്ടനെ പോയിട്ട് അവർ ഒരുക്കുന്നുണ്ട്. സുഭാഷ് കുറേ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിക്കുന്നില്ല. അന്ന് വാങ്ങി വെച്ച മുണ്ടും ഷർട്ടൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ സുനന്ദയ്ക്ക് വെള്ളം കൊടുത്തിട്ട് അവളെ കൂളാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റിയല്ലോ. എന്നിട്ട് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൂക്കാനാണെങ്കിൽ കൊഴിയാനും ഒരു കാലം ഉണ്ടായിരിക്കും, അതെന്തായാലും ഇപ്പോൾ നടന്നു. ആ പൂതനേൻ്റെയും ആ വേതാളങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണണം, അവർ ചമ്മി നാറി നിൽക്കുന്നത് എനിക്ക് കാണണം, അവരോട് എനിക്ക് പക വീട്ടണം, ഞാൻ കുറേ കാലമായിട്ട് കൊണ്ടു നടന്നതാണ്, ഇതെൻ്റെ വിജയം, ഭാസ്കറിൻ്റെ വിജയം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാസ്കരൻ ഇതൊരു ഭയങ്കര വിജയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത്രയും കാലം ഇവരെ അടിച്ചൊതുക്കാനാണല്ലോ അവർ ശ്രമിച്ചത്. ഇതിപ്പം കയ്യിൽ വന്ന വലിയൊരു ഭാഗ്യമല്ലേ, അവരെ നാണം കെടുത്താൻ എല്ലാവരുടെ മുന്നിലും. സുധീഷ് ആണെങ്കിൽ വീണ്ടും അവളോടൊരു ഉറപ്പെന്ന പോലെ ചോദിക്കുന്നുണ്ട്, സുനന്ദ, അവർ വന്നാൽ നീ പോവില്ലല്ലോ, ഉറപ്പല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സുധീഷേ, എന്നൊന്ന് വിശ്വസിക്കുക, ഞാൻ നീ പോവില്ല, ഉറപ്പ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എങ്കിലും ഓക്കെ, നമുക്കിത് പൊളിക്കാം. അപ്പോൾ ഭാസ്കരനും പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട മോളെ, നിന്നെ ഞങ്ങൾക്കിപ്പോൾ വിശ്വാസമായിട്ടുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, അവരൊന്നും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ല, ഉറപ്പ്. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടനെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ട് കൊണ്ടുവന്നിട്ടോ നികേഷും ഹരീഷും. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. സുനന്ദയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ ഇനി സമയം ലേറ്റ് ആക്കണ്ട, നമുക്ക് വേഗം താലികെട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട് അവർ സ്വാമി ഫോട്ടോൻ്റെ മുന്നിലേക്ക് നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് താലി കൊടുക്കുമ്പോൾ
ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ കാരണവന്മാർ ഇവിടെ നിൽക്കുമ്പോൾ നീയാണോ കൊടുക്കുന്നത്, എങ്ങോട്ട് താടാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ താലി സുഭാഷിൻ്റെ കയ്യിൽ. സുഭാഷാണെങ്കിൽ ഒരു പ്രത്യേകതര ഫീലിങ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും അവന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു രീതിക്ക് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിയായ സന്തോഷമുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ പൂതനേൻ്റെ നാളത്തെ മുഖം എനിക്ക് കാണണം, എൻ്റെ കയ്യിൽ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി അവർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു, നാളെ ഞാൻ കാണിച്ചു കൊടുക്കാം അവളുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങനെ വലിയ രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അത്രയും കാലത്തെ സങ്കടവും വെറുപ്പും ദേഷ്യവും അവഗണനയും എല്ലാം കൂടിയാണ് ഇപ്പോൾ ഓർത്ത് വരുന്നത്. രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ടായി. ഭാസ്കരൻ്റെ ഈ ഒരു ആവേശം കണ്ടപ്പോൾ സുനന്ദയാണെങ്കിൽ ആ നിമിഷം അവളുടെ അച്ഛനും അമ്മേനെയൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഈ നേരത്തെ ഇങ്ങനെയൊന്നും എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കല്ലേ, ഇപ്പോൾ സുഭാഷേട്ടൻ മാത്രമാണ് എൻ്റെ ലൈഫിലുള്ളത്, അത് മാത്രം എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ ദൈവങ്ങളെ സാക്ഷിയാക്കി സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും അതീവ സന്തോഷമുണ്ട്. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും, ലളിതയും ഗംഗാധരനും ധനശേഖരനൊക്കെ വരുമോ, പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അവരൊന്നും അറിയില്ലെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഓക്കെ, ബൈ, താങ്ക് യു.